പോലെ നീ ക്രിസ്തുവിൽ ഫലമുള്ളവരായിരിക്കും. സമൂഹത്ത് നീ ഫലമുള്ളവരായിരിക്കും. ഈ വചനം പറയുന്നു, നമ്മൾ 1 കൊരിന്ത്യർ 10:11 വായിച്ചത്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അംശമായത് മാറിപ്പോകണമെങ്കിൽ നീ പൂർണ്ണമാനായ ദൈവത്തെ സ്വീകരിക്കണം. അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. ശിശുവായിരുന്നപ്പോൾ ചെയ്തത് പുരുഷനായപ്പോൾ നീ മാറ്റിക്കളഞ്ഞു. ശിശുവായിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാതെ പലതും ചെയ്തു. എന്നാൽ ആ ഭാഗം പറയുന്നത്, വേദപുസ്തകം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചു വന്നത് 1 കൊരിന്ത്യർ 13:10-11 അവിടെ പറയുന്നു, ഹല്ലേലൂയ, പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോയി. അത് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ശിശുവായിരുന്നു. ശിശുവായി നിന്നെ ദൈവം വളർത്തി ഒരു പുരുഷനാക്കിയപ്പോ ശിശുവായിരുന്ന കാലത്ത് ചെയ്ത ചിലത് ദൈവസന്നിധിയിൽ നീ മാറ്റിവെച്ചു. ഇപ്പോ അറിവ് വന്നപ്പോൾ അറിഞ്ഞതിന് ഒത്തവണ്ണം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. ഓ, അറിവിനൊത്തവണ്ണം, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വായ്കളെ തുറന്ന് കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട്, ഓ ഷുഡവാന ദുരവാന വൈഡവാന, ഇന്ന് പൽക്കാലം ചില കോട്ടകളെ ഇടിച്ച് പ്രതിയോഗിയെ തകർത്ത് നിന്റെ മുമ്പിൽ ചില വാഗ്ദത്തങ്ങൾ കർത്താവ് കൈമാറാൻ പോകുന്നു. എല്ലാ കരങ്ങളും അടിക്കും, എല്ലാവരും അടിച്ചാട്ടെ. ഓ, 5, 10, 25 പേരല്ല, എല്ലാവരും ചേർന്ന് കരമടിച്ച് ആരാധിച്ചു. ഓ റിവാന ഹമനയ റബൽഖമനം വൈഡമാന തുഡമാ രഗനഗടകം നീവൽഖമനെ വൈഡമാനഗടകസി റിബനഗടകമനഗടക റിബൽഖമാനഗടകസിയ. എല്ലാവരും ആരാധിച്ചു, ശക്തിയോടെ ആരാധിച്ചു. അവൻ ആരാധന ചോദിച്ചാൽ അണ്ടകടാകങ്ങളെ സൃഷ്ടിക്കപ്പെട്ട ദൈവമാണ്. അണ്ടകടാകങ്ങളെ സൃഷ്ടിക്കപ്പെട്ട ദൈവം, എന്റെയും നിന്റെയും ജീവന്റെ ദാതാവായിരിക്കുന്ന ദൈവം. ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിന് കുറവ് വരരുത്. ഈ ദൈവത്തിന് കൊടുക്കേണ്ട നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കൊരിന്ത്യരാണ്. വൈദ്യുതി തടസ്സമായി, അമേൻ, അല്പസമയം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ സങ്കീർത്തനയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. ഒരു നീതി നടക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര തന്നെ നമ്മൾ നീതി എന്ന് പറഞ്ഞാലും പലരുടെയും ഹൃദയത്തിൽ കയറാതെ പോകുന്ന ധാരാളം ജനതകൾ ഭൂമിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ. പലരോടും ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, പെന്തക്കോസ്തിൽ പോകുന്നവർ പാക്ക് വയ്ക്കത്തില്ലേ, ബീഡി വലിക്കത്തില്ലേ, കുടുംബ പ്രശ്നമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എൻ്റെ വിഷയം ഞാൻ കറക്റ്റാണ് നോക്കുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭകളുണ്ട്, അതിനകത്ത് ആരും 2-3 കെട്ടുന്നവരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കറക്റ്റായിട്ട് തിരുത്തി കൊണ്ടുപോകുന്ന ഹല്ലേലൂയ ഒരു ശുശ്രൂഷ കർത്താവിൻ്റെ കൃപയാൽ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ മാക്സിമം അവരെ അത് പഠിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടി ഇരിക്കുന്ന, ഹല്ലേലൂയ, പറുദീസയിലേക്ക് വിശ്രമിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കൂട്ടരാണ് പെന്തക്കോസ്തുകാർ. 4000 7000 പേരുകളും പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. നീ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് വിശുദ്ധിയും വേർപാടും കാത്ത് യേശു കർത്താവിൻ്റെ വരവിൽ ആ മണവാളനോടുകൂടെ ആ മണവാട്ടി സഭയിൽ നിന്ന് എന്നെയും എടുക്കപ്പെടണമെന്ന് സഭയുടെ പേര് നോക്കി ആരെയും
ആരെയും ചേർക്കാൻ കർത്താവ് വരത്തില്ല. സഭയുടെ പേര് നോക്കി ചേർത്ത് ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടില്ല. വിശുദ്ധിയും വേർപാടും കാത്ത് വിശ്വസ്തയോടും ആത്മാനിറവോടും പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ അടയാളത്തോടെ ആരാധിക്കുന്നവരെ ചേർക്കുവാൻ അവൻ വരും. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരും. ഇവിടുത്തെ സംഘടനയുടെ പേര് പേർന്ന് ചേർക്കാൻ വരത്തില്ല. സഭയുടെ വലിപ്പം നോക്കി ചേർക്കാൻ വരത്തില്ല. റവറൻഡിൻ്റെ പേര് പറഞ്ഞ് ചേർക്കാൻ വരത്തില്ല. മിത്രാന്റെ പേര് പറഞ്ഞ് ചേർക്കാൻ വരത്തില്ല. യേശു കർത്താവ് വരുന്ന നിന്റെ വിശുദ്ധിയുടെ നടപ്പ്, വിശുദ്ധിയോടുള്ള ജീവിതം, യേശു കർത്താവിനോട് നീ കൊടുക്കുന്ന ആരാധന, യേശുവിനോടുള്ള നിന്റെ വിശ്വാസത, യേശുവിനുമായിട്ടുള്ള വിശുദ്ധി, ഈ കാത്തു സൂക്ഷിക്കുന്ന നിന്നെ ചേർക്കുവാൻ യേശു വരും. നിശ്ചയം വരും. അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങപ്പെടുന്ന ദൈവസഭ ഇന്ന് പോൽക്കാലം കർത്താവിനോട് പറ, അവൻ ഏത് നിമിഷവും വരും. ഞാൻ അതുകൊണ്ട് സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കും. അവൻ കള്ളനെ പോലെ വരും. അവന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, അവന്റെ ധ്വനി ഒന്ന് കേൾക്കാൻ ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഓ ഹല്ലേലൂയ! എത്ര പേർ ഇന്ന് പോൽക്കാലം പറയപ്പെടുക അന്യഭാഷ ലഭിക്കപ്പെട്ടവര് പരിശുദ്ധാത്മാവിൽ അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോ. അന്യഭാഷ ലഭിക്കപ്പെട്ടവർ അന്യഭാഷകളിൽ ആരാധിച്ചോ. ഓ ഹല്ലേലൂയ! നിങ്ങളെ മയക്കി വച്ചിരിക്കുന്ന പലരുമുണ്ട്. നിങ്ങളെ കെട്ടിവച്ചിരിക്കുന്ന പല സംഘടനകളുണ്ട്. പേര് പറഞ്ഞിരിക്കുന്ന ചിലരുണ്ട്. അവരല്ല സ്വർഗത്തിൽ പോകാൻ പോകുന്നത്. വിശുദ്ധി കാത്തിരിക്കുന്ന നിന്നെ ചേർക്കാൻ. ഓ ഷുഡബാല ദുരബാന വൈഡബാന ഉടബാല ദുരബാല ബാല വൈഡബാന ബാന. എല്ലാവരും ആരാധിച്ചോ. ഉറബാല ബാല 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 റീബാല ബാല 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 ഷുഡബാല ബാല ബാല രഗല ഗഡഗ മന ഗഡഗ റിബൽ ഖമന ഗഡഗ ദുനി രഗൽ ഖമന ഗഡഗം ദിവനം ഗഡഗം വൈഡ് മന രഗൽ ഖമന ഗഡഗസി. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചോ. അന്നാളിൽ നിന്ന് തോളിൽ നിന്ന് മുഖമിറങ്ങി പോകും. നമ്മൾ കേട്ടോ. ആമേൻ ആമേൻ. 1 കൊരിന്ത്യർ 13:10-11 മുതൽ താഴോട്ട് കേട്ടു. വീണ്ടും നമ്മൾ ഇതാ സങ്കീർത്തനത്തിലേക്ക് വരുന്നു. എന്താ കാരണമെന്നറിയാമോ? ഒരു സഭക്കാർക്കും ആരെയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. പലരും പലത് പറഞ്ഞിരുന്നിട്ട് സ്വതന്ത്രം പ്രൈസ് ദി ലോർഡ് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വതന്ത്രം ഇവിടെ ശുങ്കം പിരിച്ച് അർഹതയില്ലാതെ സമ്പാദിച്ച് കൂട്ടിവെച്ച സഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചരിത്രം പറയുന്നു. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കാട്ടത്തിയുടെ മണ്ടയ്ക്ക് കയറി ഇരുന്ന സഖായി യേശുവിനെ കണ്ടേച്ച് അവന് സുഖമായി കടന്നു പോകണം. യേശു അവനെ കണ്ടു. ഹല്ലേലൂയ. സഹോദരി നല്ല പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീല പരിശുദ്ധാത്മാവ് പറയുന്നു, കുടുംബത്തിനകത്ത് കാണിക്കേണ്ട ചില വിശ്വസ്തത കേട് നിമിത്തം ചില പ്രശ്നങ്ങൾ നീ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈഡമാനഘടകം. നീ മരിച്ചാൽ മതി. സ്വന്തം വീട്ടിൽ നിനക്ക് കയറാൻ പറ്റാതെ, സ്വന്തം വീട്ടിൻ്റെ കീ നിന്റെ കയ്യിലില്ലാതെ നീ ചില ഹല്ലേലൂയ ആമേൻ ആമേൻ അധികാരികളെ നീ ഹല്ലേലൂയ കണ്ടുപിടിച്ച് അവരുടെ ഉടമ്പടിയോട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ പ്രാർത്ഥന ദീപം പോലെ തെളിയുമെങ്കിൽ, എണ്ണയുള്ള വിളക്ക് പോലെ കത്തുമെങ്കിൽ, ചില ബന്ധനങ്ങൾ ദൈവം അഴിച്ചു മാറ്റി ഉടമന ഹടകൽക്കനാരി ശക്തിയോടെ ആരാധിച്ചോ. പരിശുദ്ധാത്മാവ് നീല ഷോളിട്ടേക്കുന്ന സഹോദരനോട് വിളിച്ചു പറയുന്നു, നീ പലവട്ടം മരിക്കാൻ പോയി, പലവട്ടം ആത്മഹത്യക്ക് തയ്യാറായി. ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത്. ഉടമന രകൽക്കമനഘടകസിയ ദൈവാത്മാവ് നിന്നോട് പ്രവചിക്കുന്നു. ഉടമാന ഘടക സിയാന ഘടകൽക്കനാരി വൈഡമാന ഘടക റീവൽക്കമനഘടകസിയ. ഇന്ന് പൽക്കാലം തമ്പുരാൻ നിന്നോട് പറയുകയാണ്, സ്വതന്ത്രം നിന്നെ പലരും വേണ്ട എന്ന് പറഞ്ഞ് നിന്റെ തലമുറ പോലും നിന്നെ പറയുന്ന വാക്കുകൾ
ഇങ്ങോട്ടൊന്ന് വന്നേ. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മളും ആരാധിച്ച് ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. എന്തായിട്ട് വായിക്കാം. ആമേൻ. സങ്കീർത്തനം 9:8. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. അവൻ ലോകത്തെ എങ്ങനെ വിധിക്കും? നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. നേരോടെ. അപ്പോ ഈ ജാതികൾ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിനെ സ്വീകരിക്കും, യേശുവിനെ രുചിച്ചറിയുകയും ചെയ്യും. പാരമ്പര്യം പറഞ്ഞ്, പേരും പറഞ്ഞ്, പലതിൻ്റെയും പേരും പറഞ്ഞിരിക്കുന്ന പലരും താഴെ കിടക്കും. സ്വർഗത്തിൽ പോകുന്നത് ചിലപ്പോൾ പുറത്ത് കിടക്കുന്ന ചിലതായിരിക്കും. പുറത്ത് കിടന്ന കൽപ്പാത്രം മണിയറയ്ക്കൊക്കെ തിരുത്തിയതുപോലെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജാതികളുടെ ഒരു കൂട്ടം ദൈവസഭയ്ക്കകത്ത് കയറട്ടെ. യേശുവിനെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ശകായി എന്ന് പറയുന്ന മനുഷ്യൻ ഹല്ലേലൂയ ശുങ്കം പിരിച്ചവനാ. അവൻ ശുങ്കം പിരിച്ചു സമ്പാദിച്ചു വെച്ചു, ധാരാളമുണ്ടാക്കി. ധനവാനെന്നാ പറയുന്നത്. ധനവാനായ ശകായി അവൻ യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വന്ന് കാട്ടത്തിയുടെ മണ്ടയ്ക്കിരുന്നു. യേശു അതുവഴി വരികയായിരുന്നു. യേശു ശകായിയെ കണ്ട്, ശകായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ആ പാപിയായൊരു മനുഷ്യൻ, ധനവാനായ മനുഷ്യൻ യേശു പറഞ്ഞ വാക്ക് കേട്ട് ആ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഷടേന ഇറങ്ങി വന്നു. യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് പറയുകയാണ്, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. ഞാൻ അർഹതയില്ലാതെ വാങ്ങിയതിൻ്റെ 4 മടങ്ങ് ഞാൻ തിരിച്ചു മടക്കി കൊടുക്കും. ഇതൊക്കെ ശകായി അങ്ങോട്ട് അഡ്വാൻസ് പറയുകയാണ്. നമ്മൾ പറയുമോ? നമ്മൾ അല്ലെങ്കിൽ ദൈവാസന്മാരത്തോടി കള്ളം പറയുന്ന ടീമുകളാണ്. സ്വോത്രം. പോക്കറ്റിൽ പേൽസിൽ കൊള്ളാതെ ഇരുന്നാൽ പറയും, എൻ്റെ പോക്കറ്റ് കീറി കിടക്കുന്നു. ഹല്ലേലൂയ. കീറാതെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഷുഡബല ഹഡഗമനമന ഘടകൽക്കനാരിയ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഞാൻ അർഹതയില്ലാതെ വാങ്ങിയത് 4 മടങ്ങ് ഞാൻ അങ്ങ് മടക്കി കൊടുക്കും എന്ന് പറഞ്ഞു. യേശുവിന് അവനോടങ്ങ് ഇഷ്ടം തോന്നി. യവനോടങ്ങ് ഇഷ്ടം തോന്നിയിട്ട് യേശു പറഞ്ഞു, ഞാൻ ഇന്ന് യവൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അപ്പോഴാണ് പുറകെ നിന്നുകൊണ്ട് ഒരു ടീമിൻ്റെ ശബ്ദം, ആ പാപിയായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ യേശു പോകുന്നെന്ന്. എടാ, യേശുവിന് നീ വെളിപ്പാട് പറഞ്ഞു കൊടുക്കണ്ട, യേശുവിന് നീ ഒന്ന് വഴി കാണിച്ചു കൊടുക്കണ്ട. അവൻ ഹല്ലേലൂയ അവൻ നിന്നെ വെളിപ്പാട് നിന്ന് മാനിക്കാൻ ശക്തനാണ്. അവൻ നിന്റെ രോഗത്തെ മാറ്റാൻ ശക്തനാണ്. അവനറിയാം ഇവനിപ്പോൾ ആരാണെന്ന്. ഒരു സ്തോത്രം പറ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളിൽ രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. പുറകെ നിൽക്കുന്നവർ പറയാ, ഇവനിപ്പോ പാപിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോവുക. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാവവശങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, ഏറ്റു പറഞ്ഞു. കർത്താവിന് തോന്നി, ഇവൻ മുമ്പേ അഡ്വാൻസ് പറഞ്ഞ് ഹല്ലേലൂയ എന്നോട് പറഞ്ഞവനാണ്. ഇവന്റെ പ്രശ്നങ്ങളെ ഇവന്റെ മുമ്പിൽ നിന്ന പ്രശ്നങ്ങളെല്ലാം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവന്റെ വീട്ടിൽ എനിക്ക് പോകണം. അപ്പോൾ പുറകിൽ നിൽക്കുന്ന ഒരു ശിഷ്യന്മാർ പറയുക, പായ മനുഷ്യൻ്റെ വീട്ടിൽ യേശു പോകുന്നു. ഇത് കേട്ട് യേശു നിൽക്കത്തില്ല. യേശുവിന് പാവം വിട്ട് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന കുടുംബം ഉണ്ടെങ്കിൽ യേശു അവിടേക്ക് പോകും. യേശുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ള കുടുംബം ഉണ്ടെങ്കിൽ യേശു അവിടേക്ക് പോകും. നല്ല രാമേ പറ. അഭിഷേകത്തോടെ ഞാൻ ആരാധിക്കാൻ പോവുക. അഭിഷേകത്തോടെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുക. ആത്മാവിന്റെ നിറവിൽ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർമ്മേലിൽ ഏലിയാവിനെ അയച്ച് യാഗപീഠത്തെ പണിയിപ്പിച്ചതുപോലെ ഇന്ന് പൽക്കാലം നിന്നെ വിട്ട് ചിലത് പണിയിപ്പിക്കാൻ ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യാൻ പോവുക.
ഓ റിബാന ഹമന വൈഡമാന ഘടകമന ഘടകതുമേൽ കമന ഘടകം റിബാന ഘടകമന ഘടകതുമേൽ കമന ഘടകസിയ. ചില യാഗപീഠം പണിയിപ്പിക്കാൻ, ചില ആലയങ്ങൾ പണിയിപ്പിക്കാൻ, ഇതിനകത്ത് ചില യൗവനക്കാരന്മാർ ദൈവാത്മാ എഴുന്നേൽപ്പിക്കാൻ പോവാ. കരമടിച്ചേറ്റെടുത്ത് ആരാശോ, ശക്തിയോടെ ആരാശോ. ഓ റീബാന ഹമന വൈഡേ മനഗ രഗന ഘടകം സുഡമന റബന റീബല വൈഡം മനകം രഗനം ഘടകം ഹമന വൈഡ മന ഘടക റീബൽ കമന ഘടക മന ഘടകം. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. വാക്യം താഴ്ത്തൊന്ന് വായിക്കാം, പ്രാർത്ഥിക്കാം. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് പീഡിതനൊരു അഭയസ്ഥാനമായി യേശു ഇരിക്കും. എല്ലാവർക്കും എഴുന്നേൽക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.